ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കൂടാതെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ അനാമിക അടുത്ത കള്ളത്തരവുമായിട്ട് വരികയാണ്. പ്രഗ്നന്റ് ആണ് അനാമിക എന്നുള്ള കള്ളത്തരം. അപ്പൊ ആ ഒരു പ്രഗ്നന്റ് ആകണമെങ്കിൽ അനി വിചാരിക്കാതെ പറ്റില്ലല്ലോ. അപ്പൊ അനിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു രാത്രിയിൽ അനിക്കൊരു മയക്കുപൊടി കൊടുക്കുകയും അന്ന് നമ്മുടെ അനാമികയെ എല്ലാ രീതിയിലും ഭാര്യയായി അംഗീകരിച്ചുവെന്നും അവര് തമ്മിൽ എല്ലാ ബന്ധം പുലർത്തിയെന്നും വരുത്തി തീർത്ത് കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു നമ്മുടെ അനാമിക. അത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു സംശയം, ഇനി അനി അറിയാതെ എന്തെങ്കിലും രാത്രി ചെയ്തു പോയോ? അങ്ങനെ അനാമിക പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു പരത്തുകയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ രേവതിയുടെ ബുദ്ധിയാണ്. എവിടെന്നോ കൊണ്ടുവന്ന ഒരു പൊടിയിട്ട കലക്കി പാല് കുടിക്കുകയും നമ്മുടെ അനിയുടെ ബോധം പോവുകയും അപ്പൊ കുറെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ അനിയെ വെച്ച് എടുക്കുകയൊക്കെ ചെയ്തു. ആ ഒരു ഫോട്ടോസ് കാണിച്ചാണ് നമ്മുടെ അനിയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്, ഒരു ഉറക്കത്തിലാണെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതമാണല്ലോ എന്നോർത്ത് അനി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്. ഏതായാലും അനിയുടെ കുഞ്ഞ് തന്നെയാണല്ലോ വയറ്റിലുള്ളത് എന്ന ആ ഒരു വിചാരവും ഒക്കെ കുറേശ്ശെ കയറി തുടങ്ങി നമ്മുടെ അനിക്ക്. അതുകൊണ്ട് തന്നെ അനാമികയെ അങ്ങ് അവഗണിച്ച് കളയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയിട്ടോ. ഏതായാലും ഇത് വെറും കള്ളത്തരമാണ് എന്ന് നമ്മുടെ അനിക്കോ അനന്തപുരി തറവാട്ടിലെ ആർക്കോ അറിയില്ല. എന്നിരുന്നാൽ പോലും അനാമികയുടെ ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലാണ് നമ്മുടെ അനിക്ക് തോന്നുന്നത്. അനിക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അനിക്കെന്ന് മാത്രമല്ല, ആ വീട്ടിലുള്ള ഒരാൾക്കും നമ്മുടെ അനാമികയുടെ തീരുമാനങ്ങളെയോ പെരുമാറ്റങ്ങളെയോ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ അഭിനയിക്കുന്നതാണ് ഈ ജാനകി സഹിതം. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ നവ്യയുടെ കാര്യം കുറച്ച് കഷ്ടത്തിൽ തന്നെയാണ്. നവ്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നയനയാണ്. ജലജയോ അഭിയോ ഒന്നും നവ്യയുടെ കാര്യങ്ങൾ നോക്കുന്നതേ ഇല്ല. ആകപ്പാടെ നവ്യ ഭയങ്കര വിഷമത്തിലാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന നവ്യയുടെ അടുത്തേക്ക് മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും കൂടെ ചെന്നു. എന്നിട്ട് മോളെ, നിനക്ക് എന്താ പറ്റിയത്? ആകെപ്പാടെ നിനക്ക് മൊത്തം ഒരു വിളർച്ചയാണല്ലോ മുഖത്ത്, വിളറി വെളുത്തിരിക്കുന്ന പോലെ തോന്നുകയാണ്. സാധാരണ പ്രസവ കാലഘട്ടങ്ങളിൽ എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു പ്രസാദം വരേണ്ടതാണ്, പ്രസാദം തെളിയേണ്ടതാണ്. ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്നതാണല്ലോ. ഓരോ ദിവസം അടുക്കും തോറും അവരുടെ മനസ്സിൽ നല്ല സന്തോഷം വരേണ്ട സമയമാണ്. പക്ഷെ മോക്ക് എന്ത് പറ്റി? മോക്ക് എന്താ പറ്റിയത്? ജലജയും അഭിയും മോളെ ശ്രദ്ധിക്കുന്നില്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, ഇല്ല മുത്തശ്ശ, എന്നെ അവര് സ്നേഹിക്കുന്നില്ല, മരുമകളായിട്ട് പരിഗണിക്കുന്നില്ല. അതൊക്കെ പോട്ടെ, അവഗണിക്കാതിരുന്നൂടെ? ഒന്നും ചെയ്തു തരണ്ട, കുത്തി കുത്തി വേദനിപ്പിക്കാൻ പാടുണ്ടോ? എനിക്കിപ്പം പ്രസവം അടുക്കും തോറും പേടിയാ. കാരണം ആ ജനിക്കുന്ന കുഞ്ഞിനും എന്റെ ഈ വേദന നേരിടേണ്ടി വരില്ലേ? വേണ്ടായിരുന്നു, ഈ പ്രസവവും കുഞ്ഞും ഒന്നും വേണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വസുന്ധര പറഞ്ഞു, മോളെ, ഈ സമയം അടുക്കാറാകുമ്പോൾ മോൾ ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിക്കരുത്. മോളുടെ കുഞ്ഞിനെ വളർത്തണം മോള്, അതാണ് വേണ്ടത്. പിന്നെ അഭിയുടെ കാര്യം എനിക്ക് വിട്ടു തന്നേരെ, ഞാനും മുത്തശ്ശനും അത് നോക്കിക്കൊള്ളാം. ജലജയുടെ കാര്യവും മോള് പേടിക്കണ്ട, ഇതിന് ഞങ്ങൾ ഒരു പ്ലാന് തയ്യാറാക്കിയിട്ടുണ്ട്, ഇതിനേതായാലും ഞങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങ് പോയിട്ടോ, വിഷമത്തോടു കൂടി അങ്ങ് പോയി. അങ്ങനെ വസന്തര പറഞ്ഞു, പാവം, അവൾ കുറെ കഷ്ടത്തിൽ തന്നെയാണ്. ആദ്യമൊക്കെ അവളുടെ സ്വഭാവം നമുക്ക് ഇഷ്ടമല്ലായിരുന്നുവെങ്കിലും ഇപ്പൊ അവള് സത്യം പറഞ്ഞാല് നയനയെ പോലെ തന്നെയാണ്. നയനയുടെ അടുത്ത് എത്തില്ലെങ്കിലും അവളെ പോലെ തന്നെയാണ്. ആരും ചീത്തയാകുന്നതോ ആരെയും വേദനിപ്പിക്കുന്നതോ ഒന്നും ഇപ്പം ആ കുട്ടിക്ക് ഇഷ്ടമല്ല. എന്ത് ചെയ്യാനാ? അവൾക്ക് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം ദേവയാനിയും ആദർശും നയനിയെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷെ എന്നാലും ഒരു കുഞ്ഞ്, നമ്മുടെ ഈ അനന്തപുരി തറവാട്ടിന്റെ ഒരു അവകാശിയെ തരുന്ന നവ്യയെ സ്നേഹിച്ചു തുടങ്ങുന്നില്ലല്ലോ അഭിയും ജലജയും. അപ്പോഴാണ് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞത്, എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ചെയ്യാം, നമുക്ക് എല്ലാവരോടും വിളിച്ച് ആ കാര്യം പറയാം. അപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു, ഇത് എടുത്തുചാട്ടം ആയി പോവുമോ? ഹേയ്, എടുത്തുചാട്ടം ഒന്നും ആയി പോവില്ല. എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും നവ്യയെ സ്നേഹിച്ചു തുടങ്ങും. പ്രത്യേകിച്ച് അഭിയും ജലജയും. അവർക്ക് പൈസയ്ക്കും ആഭരണങ്ങൾക്കും സ്വത്തിനും ഒക്കെ ആക്രാന്തമുള്ളതല്ലേ. അപ്പൊ പിന്നെ അവര് സ്നേഹിക്കാതിരിക്കുവോ? സ്നേഹിച്ചു തുടങ്ങും. നമ്മുടെ ഈ പ്ലാൻ വിജയിക്കും. ബാ, എങ്കിൽ പിന്നെ എല്ലാവരെയും വിളിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ അനന്തമൂർത്തിയും അതുപോലെ തന്നെ വസന്തരയും കൂടി ചേർന്ന് എല്ലാവരെയും വിളിക്കുകയാണ്. അപ്പൊ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് പോലെയാണ് എല്ലാവരെയും വിളിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്താണെന്ന് അറിയില്ലല്ലോ,
അപ്പം അനാമികയുടെ മനസ്സിൽ കുറേ ഇതുണ്ട് കേട്ടോ. അനാമിക രേവതിയോട് പറയുന്നുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആയതിന്റെ സന്തോഷത്തില് മുത്തശ്ശൻ സ്വത്തുക്കളൊക്കെ എന്റെ പേരിൽ എഴുതി വെക്കാനാണോ, ഇനിയിപ്പോ വീതം വെച്ച ഒരു ഭാഗം എന്റെ കുഞ്ഞിനും എനിക്കും വേണ്ടി തരാനാണോ, ചിലപ്പോ അത് തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അപ്പം ജലജയാണെങ്കിൽ ഇനിയിപ്പം വീതം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുകയല്ലോ, നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും, വീതം വെക്കണ്ടായിരുന്നു, വീതം വെക്കുവാണെങ്കിൽ അന്ന് മുത്തശ്ശൻ പറഞ്ഞതാണ്, അച്ഛൻ പറഞ്ഞതാണ് വീതം വെക്കുവാണെങ്കിൽ നമുക്കൊന്നും തരില്ല, പക്ഷെ വീതം വെക്കാതിരുന്നാൽ ഈ വീട്ടിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്, എന്ത് ചെയ്യാനാ മോനെ, ഒരു എത്തും പിടി അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജയുടെ ആ ഒരു പരിഭ്രാന്തി. അപ്പം ആകെപ്പാടെ എല്ലാവരും പരിഭ്രാന്തിയിലാണ്, എന്തിനാണ് വിളിക്കുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കെ നമ്മുടെ അനന്തമൂർത്തി പറഞ്ഞു, ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാനാണ്. ഇതുവരെ ആരുമായിട്ട് ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഏതായാലും ഞങ്ങൾ പറയാൻ പോകുന്ന വേറൊന്നുമല്ല, ഈ കുടുംബത്തിലെ ആദ്യത്തെ കൺമണിയെ തരുന്ന നവ്യ, ആ നവ്യയുടെ കാര്യങ്ങള് നവ്യയുടെ ഭർത്താവും അമ്മായിയമ്മയും നല്ല രീതിയിൽ നോക്കുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കേട്ടത് നമ്മുടെ ജലജ പറഞ്ഞു, അത് അച്ഛനോട് ആരാ പറഞ്ഞത്, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എന്റെ ജലജേ, നീ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള കണ്ണ് ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്പൊ ഏതായാലും ഞങ്ങളുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല, കാഴ്ച മങ്ങി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ജലജ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പിന്നെ അഭിയോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിന്റെ കുഞ്ഞിനെയാണ് വയറ്റിൽ ചുമന്ന് അവൾ നടക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും അവളൊരു അമ്മയാകാൻ തയ്യാറെടുക്കാണ്. അപ്പൊ നീ അവളെ പരിചരിക്കുന്ന ആ ഒരു സ്ഥാനത്ത് നീ എന്താ ചെയ്യുന്നത്? അവളോട് നീ ഒരു സ്നേഹമെങ്കിലും കാണിക്കുന്നുണ്ടോ? വേണ്ട, ഒരിറ്റു സ്നേഹം കൊടുക്കുന്നുണ്ടോ? ഭാര്യ എന്ന പരിഗണന കൊടുക്കണ്ട, നിന്റെ കുഞ്ഞിന്റെ അമ്മ എന്ന പരിഗണന കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ വ്യക്തമായിട്ട് കേക്ക്. അതെ, ഞാന് ഈ വീട് ഭാഗം വെക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ടതും നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ അനാമികയും രേവതിയും കൂടെ പരസ്പരം നോക്കിയിട്ട് ഏറ്റമ്മേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇത് വീതം വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ അനാമിക. ഏതായാലും ഈ സമയം ആയിക്കോട്ടെ, പെട്ടെന്ന് ആദർശ് വന്നിട്ട്, അതെന്താ മുത്തശ്ശ അങ്ങനെ ഒരു വീതം വെപ്പ്? ഹേയ്, ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ വീതം വെക്കരുത്, അനന്തപുരി തറവാട്ടിലെ എല്ലാവരും ഒരുമിച്ച് താമസിക്കണം, അതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പം, മോനെ നിക്ക, വീതം വെക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, അതവിടെ നിക്കട്ടെ. ഇത് വീതം വെക്കുന്നത് വേറെ ആർക്കുമല്ല, നവ്യയ്ക്ക് മാത്രമാണ്. എല്ലാരും ഒന്ന് ഞെട്ടിപ്പോയിട്ടോ, നവ്യ ഒന്ന് ഞെട്ടിത്തരിച്ചു. പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല ആർക്കും. അപ്പം വസന്തര പറഞ്ഞു, എന്തു പറ്റി എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത്? മുത്തശ്ശൻ പറയുന്നത് ആർക്കും മനസ്സിലായില്ലല്ലേ? അതെ, നവ്യ ഇവിടെ വലിഞ്ഞു കയറി വന്നവളാണെന്നും നവ്യക്ക് ഒന്നുമില്ലെന്നും നവ്യ അഷ്ടിക്ക് വകയില്ലാത്തെടുത്തതാണെന്നും ഒക്കെ പറഞ്ഞോണ്ടാണല്ലോ ജലജയും നീയും നിന്റെ മോളും കൂടെ നവ്യയെ മാറ്റി നിർത്തുന്നത്. അത് തന്നെയല്ലേ ഇവിടെ അനാമികയെ എല്ലാവരും പൊക്കിയെടുത്ത് വെച്ചേക്കുന്നത്? എന്തുകൊണ്ടാണ്? അവള് വലിയ വീട്ടിൽ നിന്ന് വന്നതാണെന്നും അവക്ക് സ്വത്തും വകകളും ഒക്കെ ഉണ്ടെന്നും അനന്തപുരി തറവാടിനൊപ്പം നിൽക്കാനുള്ള പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞോണ്ടല്ലേ. അപ്പൊ പിന്നെ അത്രവും പേരും പ്രശസ്തിയും പെരുമയും സ്വത്തും പണവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നവ്യനെയും ചേർത്ത് നിർത്തൂല്ലോ. എങ്കിൽ പിന്നെ ഈ വീടിന്റെ പകുതി ഭാഗം ഞാന് നവ്യയുടെ പേരിലേക്കും നവ്യയുടെ കുഞ്ഞിന്റെ പേരിലേക്കും എഴുതി വെക്കാൻ പോവാ. ഞെട്ടിപ്പോയില്ലേ അഭി? എന്റെ ദൈവമേ, അഭിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അഭി ചോദിച്ചു, എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് വെറുതെ അല്ല, വെറും വാക്കല്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാലോ, അത് നടപ്പിലാക്കിയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, ഈ തീരുമാനത്തിനോട് ഞാനും യോജിക്കുന്നു അച്ഛാ. മുത്തശ്ശ, ഈ തീരുമാനത്തോട് ഞാനും യോജിക്കുന്നുണ്ട്. അപ്പം നയനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ നമ്മുടെ ജലജ വല്ലാത്തൊരവസ്ഥയില്, എങ്കിൽ പിന്നെ അവളുടെ ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനായ അഭിയുടെ പേരിൽ എഴുതി വെച്ചാ പോരെ, എന്തിനാ നവ്യയുടെ പേരിൽ എഴുതി വെക്കുന്നത്? എന്റെ പൊന്നു ജലജെ, ഞാനും ചോറൊക്കെ കഴിച്ചു തന്നെയല്ലേ ജീവിക്കുന്നത്, എനിക്കും ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ജലജെ, നീ കൂടുതൽ എന്നെ അങ്ങോട്ടെ ആസാക്കാൻ നോക്കരുതേ. നിന്നെ എനിക്ക് ഇന്നും ഇന്നലെ ഒന്നും അല്ല പരിചയം. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ അനന്തപുരി തറവാട്ടിൽ എത്രമാത്രം സ്വത്തുണ്ടോ അത്രത്തോളം സ്വത്ത് നമ്മുടെ നവ്യയ്ക്കും ഉണ്ട്. ഇനി അവള് അനാഥയാണെന്നോ അല്ലെങ്കിൽ പണമില്ലാത്തവളാണെന്നോ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നോ ഉള്ള നിങ്ങളുടെ ഈ പറച്ചിലങ്ങ് അവസാനിപ്പിക്കണം. എന്നിട്ട് അവളെ സ്നേഹിച്ചു തുടങ്ങണം. അവളെ സ്നേഹിച്ചു തുടങ്ങി അവളുടെ കൂടെ നിന്നാല് ജലജയ അഭി നിങ്ങൾക്കും കൂടി അവളുടെ ആ ഒരു സ്വത്ത് അത് നിങ്ങൾ മറക്കരുത്. ഏതായാലും എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാ വസന്തരെ എന്ന് പറഞ്ഞു വസന്തരയും കൂട്ടി മുത്തശ്ശന്റെ റൂമിലേക്ക് അങ്ങ് പോയിട്ട് അനാമികയുടെ കിളിയും പറയില്ലേ. അനാമിക ഹോഹോ ഇതെന്ത് പരിപാടിയാ കാണിക്കുന്നത്? ഞാനും പ്രഗ്നന്റ് അല്ലേ, അവള് മാത്രമാണോ പ്രഗ്നന്റ്? എങ്കിൽ പിന്നെ എനിക്കും കൂടെ എഴുതി വെക്കത്തില്ലായിരുന്നോ? ഇതിപ്പോ ഭക്ഷാഭേദമായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയോട്. അപ്പൊ രേവതി പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമ്മൾ വലിയ സ്വത്തും ഉള്ള കുടുംബത്തിലാന്ന് പറഞ്ഞു പോയില്ലേ, ഇനി അത് തിരുത്തി പറയാൻ പറ്റുമോ? ശോ, എന്താ അമ്മേ ഇത്? ഏതായാലും നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ ഓരോ കുഴിയും കുഴിക്കുന്നത്. ഇപ്പം ഇത് വലിയ പ്രശ്നമായി തീർന്നല്ലോ. ഓഹ്, എനിക്കാണ് ആ നവ്യനെ കണ്ണിന് കണ്ടൂടാ. ഇനി അവളുടെ പൊങ്ങച്ചോടി എനിക്ക് കേൾക്കണമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ല, ഇനിയിപ്പൊ പകുതി സ്വത്തല്ലേ ഉള്ളൂ അനന്തപുരി തറവാട്ടില്. മോളെ, ഈ പകുതി സ്വത്തെന്ന് പറഞ്ഞാൽ എത്രത്തോളം വരുമെന്നാ മോളുടെ വിചാരം? കോടികളാ, കോടികള്, 100 കോടിയൊന്നും അല്ല, അതിലും മേലെയുണ്ട് അനന്തപുരി തറവാട്ടിലെ സ്വത്ത്. ഓരോ ദിവസവും ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ കുറയുന്നില്ലല്ലോ. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ, ഇത് എഴുതി വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം നടപ്പിലാക്കണം. ഇനി മൂർത്തിനെ കൊല്ലുക. ഇവിടെ ഉള്ള ഈ മൂർത്തി കാരണമാണ് ഇവിടെ പല തീരുമാനങ്ങളും എടുക്കുന്നത്. മൂർത്തി മുത്തശ്ശനല്ല, അങ്ങേര് ഞാൻ ആരാന്ന് പറയുന്നില്ല. അങ്ങേര് നമുക്ക് മരുന്ന് മാറ്റി പതുക്കെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. ഒരിക്കലും അറിയരുത്. അങ്ങേര് ഭൂമിയിൽ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ നമുക്ക് ഈ വീടും തറവാടും ഒക്കെ എങ്ങനെയാ കൊണ്ടുപോകേണ്ടതെന്ന് വേണുവേട്ടൻ പറഞ്ഞു തരും. പിന്നെ ഈ ആദർശും അതുപോലെ അനിയും ഒക്കെ ഡിമ്മായി പോവും. ആ മൂർത്തിയുടെ തലയെടുപ്പിലാ ഇവരെല്ലാം ജീവിക്കുന്നത്. നമുക്ക് ആ വഴിയൊന്ന് ചിന്തിക്കാം. ഇനി അതാ നല്ലത്. സ്വത്തുക്കൾ നവ്യയുടെ പേരിലാക്കുന്നതിന് മുമ്പ് തന്നെ മൂർത്തിയെ കൊല്ലണം. ഓരോ ദിവസവും മരുന്ന് മാറ്റി വെച്ച് മരുന്ന് മാറി കഴിക്കുമ്പോൾ പതിയെ മരിച്ചോളും. പിന്നെ നമ്മളാണ് കൊന്നതെന്ന് അറിയാൻ പോകുന്നില്ല. മരുന്ന് കൊടുക്കുന്നത് ആരാ? നയനയല്ലേ? അപ്പൊ നയനയാണ് ഇതിന്റെ കാരണക്കാരി എന്ന് വരികയും ചെയ്യും. അതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവരൊരു പ്ലാനൊക്കെ രൂപീകരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ പ്ലാനൊക്കെ തകിടം മറിയോ ഇല്ലോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ഇന്നത്തെ വിശേഷം ഞാൻ നിർത്തുകയാണ്. ബാലൻസ് നമുക്ക് നാളെ കേൾക്കാട്ടോ. നാളെ 12:30 ആകുമ്പോൾ ഇതിന്റെ ബാലൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.